അങ്ങനെ സെൽഫിഷായിട്ടുള്ള ഒരാളാണ് സി കൃഷ്ണകുമാർ എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടി ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് പോകട്ടെ. തുടർച്ചയായി ഒരാൾ തന്നെ മത്സരിക്കുന്നു എന്ന ഒരു എതിർവികാരം ആളുകൾക്കുണ്ട് എങ്കിൽ അതൊക്കെ മാറ്റി മറ്റൊരു സമീപനത്തിലേക്ക് പോകേണ്ട, ജയസാധ്യത നോക്കിയ ആളുകളെ മത്സരിപ്പിക്കുന്ന, എല്ലാവരുടെയും അഭിപ്രായം എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഒരു പാർട്ടിയുടെ ആഭ്യന്തര ഫോറത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേക്കുറിച്ച് ഞാൻ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. എന്തായാലും പ്രകാശ് ജാവ്ദേക്കർ കൃത്യമായി പറഞ്ഞു, എക്സ്പോസ്റ്റും ഇട്ടു. കേട്ടാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി എക്സ്പോസ്റ്റ് അദ്ദേഹം 2 തവണയാണ് ഇട്ടത്. ആരോടും രാജി ആവശ്യപ്പെടുകയോ ആരും രാജിവെക്കുകയോ ചെയ്യുന്നില്ല എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞ സ്ഥിതിക്ക് രാവിലെ മുതലുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ സുരേന്ദ്രന്റെ രാജി എന്ന് പറയുന്നത് ആ ഒരു ബ്രേക്കിംഗ് ന്യൂസായി അവസാനിച്ചു. കൃത്യമായി കെ സുരേന്ദ്രൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, ഞാനാണ് അതിന് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞതോടുകൂടി ആ വിവാദം അവിടെ അവസാനിക്കുകയാണ്. പൊട്ടിത്തെറിക്കുന്നവർ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് പാർട്ടിയുടെ ഫോറങ്ങളിൽ പൊട്ടിത്തെറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു തീരുമാനമാകും. മാധ്യമങ്ങളിലെ സൗണ്ട് ബൈറ്റിലൂടെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് പൊട്ടിത്തെറിക്കുന്നവർ ഓർക്കുന്നത് നല്ലതായിരിക്കും.